ഇരട്ടക്കൊലപാതക കേസിലെ ഒന്നാം പ്രതി പീതാംബരൻ ഉൾപ്പെടെ 5 പ്രതികൾക്ക് വീണ്ടും പരോൾ. പ്രതികൾക്ക് വീട്ടിൽ പോകാനും അനുമതിയുണ്ട്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമുള്ള പരോൾ എന്നാണ് ജയിൽ അധികൃതരുടെ വിശദീകരണം. അതിനിടെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചതിനെതിരെ കൊല്ലപ്പെട്ട ശരത് ലാലിന്റെ കുടുംബം ആഭ്യന്തര വകുപ്പിന് പരാതി അറിയിച്ചു. പ്രതികളെ വീടുകളിൽ പോകാൻ അനുവദിച്ചത് ക്രമസമാധാന പ്രശ്നമുണ്ടാക്കുമെന്നും ശരത് ലാലിന്റെ പിതാവ് സത്യനാരായണൻ പറഞ്ഞു. ഇവർ 5 പേർക്കും 2 പ്രാവശ്യം ഇതിനു മുമ്പേ പരോൾ അനുവദിച്ചതാണ്. ഇത് 3ാമത്തെ പ്രാവശ്യമാണ് ഇവർ പരോൾ അനുവദിക്കുന്നത്. അപ്പോൾ 15 ദിവസം ജയിലിലും 15 ദിവസം പുറത്തു വന്ന ഇവരെ പരിപാടി. അപ്പോൾ ഇതിനെതിരെ ശക്തമായ ഒരു ജനമുന്നേറ്റം തന്നെ ഉണ്ടാകും. യൂത്ത് കോൺഗ്രസ് ഒക്കെയുടെ പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് നാട്ടിലേക്ക് തന്നെ. അപ്പോൾ മാനദണ്ഡങ്ങൾ ഒക്കെ മുമ്പേ നമ്മൾ പോലീസ് സ്റ്റേഷൻ പരിധിക്കകത്ത് മുമ്പേ ഇവരെ വിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഇവരെ വീട്ടിലേക്ക് തന്നെ വിട്ടിട്ടുണ്ട്. അതൊന്നും മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ കണ്ട് പോലീസിനൊന്നും നിർദ്ദേശം കൊടുക്കാതെ കണ്ട് ഇവരെ ഇളക്കി വിട്ടതാണ്. അപ്പോൾ എന്തും ചെയ്യാമെന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ CPM എന്ന പാർട്ടി അല്ലെങ്കിൽ ഈ മുൻ സർക്കാരുകൾ ചെയ്തു കൂട്ടിയത്. അപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞ ഇടവേളയിൽ ഇവർ ചെയ്തു കൂട്ടിയ ഒരു വേലയാണിത്. അപ്പോൾ ഇതിനെതിരെ ശക്തമായ ജനമുന്നേറ്റം തന്നെയുണ്ടാകും. അത് യൂത്ത് കോൺഗ്രസ് മാത്രമല്ല, നാട്ടിലെ ജനങ്ങളൊക്കെ വലിയ കലാപാന്തരീക്ഷം ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുള്ളത്. പോലീസിനെ ബോംബെറിഞ്ഞ കേസിലെ പ്രതി പയ്യന്നൂരിലെ CPIM നേതാവ് VK നിഷാദിന് വീണ്ടും പരോൾ. ഹൈക്കോടതിയാണ് 5 ദിവസത്തെ പരോൾ അനുവദിച്ച്. അരുൺ പൂപ്പറമ്പ് നൽകും വിശദാംശങ്ങൾ. അരുൺ, എന്തൊക്കെയാണ് ഈ പരോളിനെ സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ? വിശദാംശങ്ങൾ കൂടി പറയും. തീർച്ചയായും കേസിൽ ശിക്ഷിക്കപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയുന്ന മുഴുവൻ പ്രതികൾക്കും, അതായത് 10 പ്രതികൾക്കും പരോൾ അനുവദിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഒന്നാം പ്രതി പീതാംബരൻ ഉൾപ്പെടെ 5 പ്രതികളാണ് നിലവിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ളത്. മറ്റ് 5 പ്രതികൾ നാളെ ഇറങ്ങുമെന്ന വിവരമാണ് ലഭിക്കുന്നത്. മുമ്പ് 2 തവണ ഈ പ്രതികൾക്ക് പരോൾ ലഭിച്ചിരുന്നു. എന്നാൽ ആ പരോൾ വ്യത്യസ്തമായി ഇത്തവണ വ്യവസ്ഥയിൽ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ഇവർക്ക് ഈ പ്രതികൾക്ക് ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. അതായത് ഇവർക്ക് വീടുകളിൽ പോകാൻ സാധിച്ചിരുന്നില്ല. ഇത്തവണ ഇവരുടെ വ്യവസ്ഥയിൽ പരോൾ വ്യവസ്ഥയിൽ ഇവർക്ക് ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കാനുള്ള അനുമതിയുണ്ട്. അതായത് ഇവർ ഈ നിലവിൽ പുറത്തിറങ്ങിയിട്ടുള്ള 5 പ്രതികളും വീടുകളിലേക്കാണ് എത്തിയിട്ടുള്ളത്. ജയിൽ അധികൃതർ ഈ പരോളുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്, ഇതിൽ പ്രതികൾ ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള അപേക്ഷയിൽ ഉണ്ടായ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരോൾ അനുവദിച്ചിട്ടുള്ളത്. നിയമാനുസൃതമായിട്ടുള്ള പരോൾ മാത്രമേ പ്രതികൾക്ക് അനുവദിച്ചിട്ടുള്ളൂ എന്നതാണ് ജയിൽ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്. എന്നാൽ കോൺഗ്രസും രക്തസാക്ഷി കുടുംബവും പറയുന്നത്, ഈ ഇടത് സർക്കാരിന്റെ അവസാന ഘട്ടത്തിൽ ഈ പരോൾ കൂട്ട പരോളിന് വേണ്ടി നീക്കം നടത്തി, അതായത് പോലീസ് റിപ്പോർട്ട് ഉൾപ്പെടെ ഇവർക്ക് അനുകൂലമായി നൽകി ആണ് ഈ പരോൾ നടപടികൾ നീക്കിയത് എന്നാണ് കോൺഗ്രസും രക്തസാക്ഷി കുടുംബവും ആരോപിക്കുന്നത്. നിലവിൽ ഈ രക്തസാക്ഷി കുടുംബം ആഭ്യന്തര വകുപ്പിനെ പരാതി അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായതുകൊണ്ട് തന്നെ ഈ പരോൾ റദ്ദാക്കാൻ സാധിക്കില്ല. ഇനി ഇത്തരത്തിലുള്ള പരോൾ ഈ പ്രതികൾക്ക് അനുവദിക്കരുത് എന്നതാണ് ആഭ്യന്തര വകുപ്പിനോട് ഈ കുടുംബം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ കേസിൽ മാത്രമല്ല, പയ്യന്നൂരിൽ പോലീസുകാരെ ആക്രമിച്ച കേസിൽ DYFI നേതാവും അവിടുത്തെ നഗരസഭാ കൗൺസിലറുമായിട്ടുള്ള VK നിഷാദിനും പരോൾ ലഭിച്ചിട്ടുണ്ട്. കുടുംബാംഗങ്ങളെ കാണണം എന്ന അപേക്ഷ, ഈ പരോളിനായി കാണണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അപേക്ഷ നൽകിയത്. അത് ആദ്യഘട്ടത്തിൽ സൂപ്രണ്ട് പരോൾ നൽകാൻ വിസമ്മതിച്ചു. എന്നാൽ പിന്നീട് VK നിഷാദ് ഹൈക്കോടതിയെ സമീപിക്കുകയും അങ്ങനെ അനുകൂലമായിട്ടുള്ള ഉത്തരവ് നേടിയെടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് നിലവിൽ 5 ദിവസത്തെ പരോൾ VK നിഷാദിനും അനുവദിച്ചിട്ടുള്ളത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മടങ്ങിയെത്താം ഒരിടവേള.